ഏറ്റവും ആദരണീയരായ അച്ഛന്മാരെ, കർത്താവിൽ സ്നേഹമുള്ള ഇടവകയിലെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഇന്ന് ആരാധനയിൽ വളരെ താല്പര്യത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഗായസംഘാംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇന്ന് ഇപ്രകാരം ഒരു വിശുദ്ധ കുർബാന ഇടവകയിൽ ക്രമീകരിക്കുന്നതിനും അതിനെ തുടർന്ന് ഇടവകയുടെ വികസന സംഘത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള വിവിധ പരിപാടികളിലൊക്കെയും പങ്കെടുക്കുവാനും ദൈവം നമുക്ക് അവസരം നൽകുന്നുവല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ എല്ലാ സ്വാഗത വാക്കുകൾക്കും ഇടവകയായിട്ട് ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഉള്ളതായ വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തക്കതായിട്ടുള്ള നേതൃത്വം ഒക്കെയും നൽകുന്നതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇടവക വളരെയധികം കാര്യമായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നു. പല പുതിയ പരിപാടികൾ അങ്ങനെ ഇവിടെ ഇടവകയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയും ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തപ്പെടാനൊക്കെ ഇടയായി തീർന്നല്ലോ. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രായമായവർ, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നതായ ഒരുമിച്ച് ചേർന്ന ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള ഈ പ്രത്യേക അവസരത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് അല്പമായി സമയം നമുക്ക് ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. Gospel according to Saint Mark, chapter 5, verses 25 to 34. മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ എവൻഗേലിയനുമായിട്ട് വായിച്ചതായിട്ടുള്ള ഭാഗമാണ്. മെഡിക്കൽ മിഷൻ സൺഡേ ആയിട്ടായിരുന്നല്ലോ പ്രത്യേകമായിട്ട് വേർതിരിച്ചിരുന്നത്. അത് ഒരു പ്രാവശ്യം വായിച്ചു കേട്ടല്ലോ, അതുകൊണ്ട് മുഴുവനായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ നമ്മളിപ്പോൾ പ്രകാരം വായിക്കുന്നു: 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. 34-ാമത്തെ വാക്യം: അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് ദിനംതോറും നൽകുന്ന സാന്നിധ്യത്തിനായും ദിവ്യമായിട്ടുള്ള ആലോചനയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇടവകയ്ക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം. ഇടവക ജീവിതത്തിലൂടെ ഞങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള അവസരങ്ങൾക്കായി നിന്നെ വാഴ്ത്തുന്നു. അത് ഞങ്ങൾക്കും ഞങ്ങളോടൊപ്പമുള്ള മറ്റുള്ളവർക്കും അത് ഏറ്റവും പ്രയോജനകരമാകണം എന്നുള്ള വലിയ താല്പര്യത്തോടും ചിന്തയോടും കൂടെ ഇടവകയുടെ വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇടവക വളരെ കാര്യക്ഷമമായി നിറവേറ്റുവാൻ തക്കവണ്ണം അവിടെ നിരയാക്കും. ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും, വിശേഷാൽ ശാരീരിക ക്ഷീണത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നിവിടെയുണ്ട്. കർത്താവ് സന്ദർശിക്കുകയും അനുഗ്രഹവും പൂർണ്ണ സൗഖ്യവും വിടുതലും അവിടെ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഇവിടെ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം നിരാശാപൂർണമായ ഒരു ജീവിതത്തിനുടമയായിരിക്കുന്ന ഒരു സ്ത്രീയും യേശുവിൻ്റെ അവളോട് വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുമാണ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. വളരെയധികം തിരക്ക് പിടിച്ച സാഹചര്യത്തിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും എന്നുള്ളതായ അവളുടെ പൂർണ്ണമായ തികഞ്ഞ വിശ്വാസത്തിൻ്റെ അനുഭവം ഇവിടെ നമ്മൾ കാണുന്ന. 12 സംവത്സരമായി ഒരു അസുഖം ബാധിച്ചതായിട്ടുള്ള സ്ത്രീ, വളരെ ദീർഘമായ ഒരു കാലഘട്ടം. അതവളെ ഏതെല്ലാം രീതിയിൽ മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹിക ബന്ധങ്ങളിൽ ഒരു രക്തസ്രവമുള്ള സ്ത്രീ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ആകണം എവിടെയൊക്കെ ആകണ്ട എന്നുള്ളത്
സമൂഹം അതിനുവേണ്ടി പരിധി കൽപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇതാ എല്ലാ തരത്തിലും സമ്മർദ്ദവും മാനസിക ക്ലേശവും അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ലാസ്റ്റ് റിസോർട്ട് നമ്മൾ പറയുന്നു, അവസാന കൈ അവൾ നോക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ അതും അവളെ ഇപ്രകാരം പിന്നോട്ട് വലിക്കുന്നതായിട്ടുള്ള സാഹചര്യമായിരിക്കാം. ഇത്രയും നാൾ യേശുവിൻ്റെ അടുക്കൽ വരാതെ മറ്റെല്ലായിടത്തും പോയിട്ടും സൗഖ്യം വരാഞ്ഞതിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അതും ഒരു പക്ഷെങ്കിൽ അവളെ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ തനിക്കൊരു വിമുഖത കാണിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. മറ്റുള്ളവർ തങ്ങളെ തന്നെ പറ്റി എന്ത് പറയുമെന്നുള്ള ഒരു ചിന്തയുണ്ട്. അതിൻ്റെ എല്ലാം മധ്യത്തിലാകുന്നു ഈ സ്ത്രീ യേശുവിനെ സമീപിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. എല്ലായിടത്തും നമ്മൾ കണ്ടെത്തുന്നത് പുരുഷാരം വലിയൊരു ഘടകമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് പുരുഷാര നിമിത്തം അവന് കഴിയില്ല എന്ന് പറയുന്നു. ഇവിടെയും അതുപോലെ തന്നെ പുരുഷാരത്തിൽ കൂടെ പുറകിൽ കൂടെ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. അവളുടെ ചിന്ത ഒരിക്കലും മറ്റുള്ളവരും ഇതറിയാൻ പാടില്ല, യേശു പോലും ഇത് അറിയാനായിട്ട് പാടില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം. എന്നാൽ വളരെ വിചിത്രമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു അത് അറിഞ്ഞു എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ തിക്കിത്തിരക്കുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ എങ്ങനെയാണ് യേശുവിനെ അറിയുവാനായിട്ട് സാധിച്ചത്? അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇന്ന് നമ്മളെവിടെയും നോക്കുമ്പോൾ വളരെയധികം തിക്കും തിരക്കുമുണ്ട്, വളരെ പുരുഷാരമുണ്ട്. കൺവെൻഷൻ ഇടങ്ങളിലും പെരുന്നാളുകളിലും എല്ലായിടങ്ങളിലും വലിയ പുരുഷാരം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശ്വാസത്തോടുകൂടെയുള്ള ഒരു സ്പർശം യേശു തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ വിശ്വാസത്തോടുകൂടെ തൻ്റെ അടുക്കലേക്ക് തന്നെ സമീപിക്കുന്ന ആളുകളെ പ്രത്യേകം യേശു തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമ്മൾ കാണുന്ന പുരുഷാരമോ ആരവാരമോ ബഹളമോ അല്ല വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. പിന്നെയോ വിശ്വാസത്തോടൊപ്പം ഉള്ള ഒരു വളരെ ദുർബലയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വളരെ ശക്തിഹീനമായ അനുഭവത്തിൽ ഒരു ചെറിയൊരു സ്പർശം പോലും അനുഭവിക്കുവാനായിട്ടുള്ള യേശുവിനെ അത്രയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ ഇത് നമുക്ക് ശക്തി പകരുന്ന ഒന്നാണ്. നമ്മൾ എത്ര ദുർബലരായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി ക്ഷയിച്ച അനുഭവങ്ങളിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമുക്ക് യാതൊരു തരത്തിലുമുള്ള യോഗ്യതയില്ല. മറ്റുള്ളവരുടെ മുൻപാകെയും നമുക്ക് യാതൊരു സ്ഥാനവും മാനവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ശക്തി പകരുന്നതാണ്. നമ്മുടെ ഏറ്റവും ചെറിയ ഫീബിളായിട്ടുള്ള ഓരോ ഫീലിങ്സും നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ എല്ലാ ചിന്താഗതികളെയും അറിയുന്നവനായിട്ടുള്ള ഒരു യേശുവിനെ അത്രേ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പുരുഷാരത്തെ നോക്കി ഒരിക്കലും നമ്മൾ ഭയചിത്തരാകേണ്ടതായിട്ടുള്ള കാര്യമില്ല. കർത്താവ് നമ്മെ അറിയുന്നു. അവൻ തിരിഞ്ഞു ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. തുടർന്നുള്ള ആ സ്ത്രീയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമാണ് അവൾ എത്രമാത്രം ഭയപ്പെട്ടിരിക്കുന്നു. തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുൻപിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു എന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവളെ ഈ സൗഖ്യം ലഭിച്ച് അവൾ തൻ്റെ സൗഖ്യാനുഭവത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം മാത്രമല്ല, ഇത്രയും ആളുകളുടെ മധ്യത്തിൽ അവളെ വ്യക്തിപരമായി അവളോട് ഇടപെടുന്നതായിട്ടുള്ളൊരു യേശു സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു സാക്ഷ്യമായി ആ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഈ സമൂഹം തന്നെ ഒറ്റപ്പെടുത്താവുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളരെ ഭയത്തോടുകൂടെ മറ്റുള്ളവരുടെ അഭിമുഖീകരിപ്പാനായിട്ടുള്ള പ്രയാസത്തോടു കൂടി വരുന്നതായിട്ടുള്ള ആ സ്ത്രീയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവളെ കൂടുതൽ
അക്നോളജ് ചെയ്യാനായിട്ട്, അവളുടെ സാന്നിധ്യത്തെ കുറച്ചുകൂടെ മറ്റുള്ളവർക്കും തനിക്കു തന്നെയും ബലമായി തീരത്തക്ക രീതിയിലുള്ളതായ ഒരു പ്രതികരണം അത്രയും യേശുവിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടെത്തുകയാണ്. അവളെ അഫേം ചെയ്യുകയാണ്. അവരുടെ സൗഖ്യം കുറച്ചുകൂടെ അവൾക്കും സമൂഹത്തിനും ബോധ്യമാകുന്ന തലത്തിൽ അത് അഫേം ചെയ്യുന്നതായിട്ടുള്ള യേശുവിനെ അത്രയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടു പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറയും. സൗഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അനുഭവം അത്രയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സൗഖ്യത്വം എന്ന് പറയുന്നത് എന്താണ്? സൗഖ്യത്തെപ്പറ്റി പലതരത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൗഖ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് കേവലം ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും അസുഖമില്ലാത്ത അവസ്ഥയെന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ സമസ്ത മേഖലകളിലും ശാരീരികവും മാനസികവും ആത്മീയവും എല്ലാ സാമൂഹ്യ തലങ്ങളിലും എല്ലാം ഒരു വ്യക്തി പൂർണ്ണതയെ കണ്ടെത്തുന്ന അനുഭവത്തെയാണ് സൗഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് പറയുന്നത്. ടോട്ടൽ വെൽബീയിങ് എന്നുള്ളതായ അർത്ഥത്തിലാണ്. ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു പൂർണ്ണമായിരിക്കുന്ന സൗഖ്യാനുഭവം. അതൊരു പക്ഷെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ ഈ ഒരു വലിയ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള ശക്തി അതാണ്. നമ്മുടെ മനസ്സിന് ലഭിക്കുന്നതായിട്ടുള്ള സമാധാനം, ശരീരത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള സ്വസ്ഥത ഈ വിശുദ്ധ കുർബാനയെപ്പറ്റി നമ്മൾ കാണുന്നതാണ്. ഈ വിശുദ്ധ കുർബാന നമ്മെ പൂർണ്ണതയിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുന്നു. വിശുദ്ധ കുർബാന നൽകുമ്പോൾ പറയുന്നത് ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആത്മാവിനും സൗഖ്യത്തിനുമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും തലത്തിലുള്ള ഒരു സൗഖ്യമല്ല. ശരീരവും മനസ്സും ആത്മാവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത അനുഭവങ്ങളും ഉൾപ്പെട്ട ഒരു അനുഭവമാണ്. ശരീരത്തിൽ രോഗമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ മാത്രമല്ല, മനസ്സിന് സമാധാനവും സ്വസ്ഥതയും പ്രാപിക്കുന്നതായിട്ടുള്ള അനുഭവം. ആ ഒരു വലിയ അനുഭവത്തോടു കൂടിയാകുന്നു സൗഖ്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഖ്യാനുഭവങ്ങൾ കേവലം രോഗമില്ലാതെ ഇരിക്കുന്ന അനുഭവത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലും നമ്മുടെ കൂട്ടായ്മയുടെ അനുഭവങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവം സൗഖ്യത്തിൻ്റെ മുഖാന്തരവുമായി ഭവിക്കുമ്പോഴാണ് നമ്മുടെ ഇടങ്ങൾ സൗഖ്യദായക ഇടങ്ങളായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. 38 സംവത്സരം കുളക്കരയിൽ കിടന്നതായിട്ടുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ജീവിതത്തിൽ അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ടുള്ള കർത്താവ്. അവിടെ അപ്പോൾ അതുവരെയും അനേക ആളുകൾ സൗഖ്യം കാത്തു കിടക്കുകയാണ്. എന്നാൽ തന്നെ ആദ്യം ഈ കുളത്തിലിറക്കുന്നതിനുള്ള ആളുകളെ ലഭിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ്. അങ്ങനെ സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ലഭിക്കണം സൗഖ്യം, എനിക്ക് മാത്രമേ ലഭിക്കാവൂ എന്നുള്ള ഒരു ചിന്ത, മറ്റൊരാളെ സഹായിക്കുവാനായിട്ട് സാധിക്കാത്ത അനുഭവങ്ങളുടെ മധ്യത്തിൽ ഇവിടെ പുരുഷാരമിത തിക്കിത്തിരകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. അവളുടെ ചെറുതായിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ സ്പർശം യേശുവിനെ സ്വാധീനിച്ചു. അതവളുടെ വലിയ വിശ്വാസമായി യേശു അക്നോളജ് ചെയ്തു. അതെൻ്റെ സ്വസ്ഥതയിലേക്ക് തന്നെ നയിച്ചു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. കർത്താവ് നമുക്ക് നൽകുന്നത് ഈ സ്വസ്ഥതയുടെ അനുഭവമാണ്. കർത്താവിന് എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ അവൻ എന്നെ സ്വച്ഛമായിട്ടുള്ള ഇടത്തേക്ക് എന്നെ നയിക്കുന്നു, എൻ്റെ ആത്മാവിന് സ്വസ്ഥത നൽകുന്നു, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ഈ ആത്മാവിൻ്റെ സ്വസ്ഥതയുടെ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. അത് കേവലം ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, ദൈവത്തിൽ നമ്മൾ കണ്ടെത്തുന്നതായിട്ടുള്ള അപൂർണതയുടെ അനുഭവമാണ്. യേശുക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായി സ്വസ്ഥമായിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവീയ സാന്നിധ്യത്തിലൂടെ സ്വസ്ഥതയുടെ അനുഭവത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം, അപൂർണതയുടെ അനുഭവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ അനുഭവം, ആ ശബത്തിൻ്റെ അനുഭവം, ആ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് ദൈവം തൻ്റെ സൃഷ്ടിയെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ഈ ഒരു വലിയ അനുഭവത്തിലേക്കാകുന്നു വിളിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന അതിലേക്കുള്ള ഒരു ക്ഷണമാണ്.
നമ്മുടെ മനസ്സിലും ശരീരത്തിനും ആത്മാവിലും നമുക്ക് വേണ്ടതായിട്ടുള്ള ബലവും ശക്തിയും അനുഗ്രഹവും പകർന്ന് ഈ കുർബാനയുടെ അനുഭവത്തിലൂടെ നമ്മെ കർത്താവ് ഓരോരുത്തരെയും പേര് ചൊല്ലി നമ്മെ വിളിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും കാണുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അറിയുന്നവനായിട്ടുള്ള ദൈവം നമ്മെ എല്ലാവരെയും വ്യക്തിപരമായി അറിയുകയും നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള തൻ്റെ അടുക്കിലേക്കുള്ള സമീപനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിൻ്റെ അനുഭവത്തെ നൽകുകയും ചെയ്യുന്നു. ആ ഒരു അനുഭവത്തോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വമായി നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് പൂർണ്ണ സൗഖ്യവും ബലവും ആരോഗ്യവും പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം, നമ്മുടെ പ്രവർത്തന മേഖലകളിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കുമാറാകട്ടെ.